ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന കോമ്പൻസേഷൻ ഫോർ വളണ്ടറി റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പൻസേഷൻ ഫോർ വളണ്ടറി റിട്ടയർമെൻറ്റ് എന്നതിലെ ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കോമ്പൻസേഷൻ ഓൺ വളണ്ടറി റിട്ടയർമെൻറ്റ് സെക്ഷൻ 10 സബ്സെക്ഷൻ 10C. നേരത്തെ നമ്മൾ പറഞ്ഞത് റിട്രെഞ്ച്മെൻറ്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചായിരുന്നു തൊട്ടുമുമ്പ് പറഞ്ഞത്. ഇനി അതേപോലെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സുകൾ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പെൻഷനെ കുറിച്ചും ഗ്രാറ്റുവിറ്റീനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇവിടെ വളണ്ടറി റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നു, സ്വമേധയാ റിട്ടയർഡ് ആകുന്നു. ശരിക്കും റിട്ടയർമെൻറ്റിൻ്റെ സമയമായിട്ടല്ല. സപ്പോസ് ഒരു റിട്ടയർമെൻറ്റ് ഏജ് വരുന്നത് ഒരു 60 years ആണെങ്കിൽ അയാൾക്ക് 60 years ആയിട്ടില്ല, റിട്ടയർമെൻറ്റിൻ്റെ സമയമായിട്ടില്ല, അയാൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, റിട്ടയർ ചെയ്യുന്നു ഒരു സ്ഥാപനത്തിൽ നിന്ന്. അങ്ങനെ സ്വമേധയാ റിട്ടയർമെൻറ്റ് നടത്തുമ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ കൊടുക്കുമ്പോൾ, കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു കോമ്പൻസേഷൻ്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ എക്സംപ്റ്റഡ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീസ്റ്റ് എമൗണ്ടിനെ കാണുന്നു. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്താണെന്ന് നോക്കുന്നു. ഫസ്റ്റ് വൺ എന്താണ്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. യഥാർത്ഥത്തിൽ എത്രയാണോ ആക്ച്വലായിട്ട് അയാൾക്ക് കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് അത് നമ്മൾ നോക്കുന്നു. രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ടത് എമൗണ്ട് ഈക്വലൻ്റ് ടു 3 months സാലറി. അയാളുടെ സാലറി 3 മാസത്തെ സാലറി നമ്മൾ എടുക്കുന്നു. അതിനെ എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് മൊത്തം എത്ര വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ആ വർഷം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 months സാലറി, ഇപ്പോൾ ഒരു മാസത്തെ സാലറി വരുന്നത് ഒരു 12,000 സാലറി വരുന്നതെങ്കിൽ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി അതിനെ വീണ്ടും നമ്മൾ എത്ര വർഷമാണോ അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അയാളൊരു 25 years ആണ് വർക്ക് ചെയ്തതെങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് കംപ്ലീറ്റഡ് ഇയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട്. ഇതാണ് സെക്കൻഡ് വൺ വരുന്നത്. ഇനി തേർഡ് വൺ വരുന്നത് സാലറി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. സാലറി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദി ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ്. ഓക്കെ, ബാലൻസ് ഇനി എത്ര മാസം അയാൾക്കുണ്ടോ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് ബിഫോർ ദി ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ബാലൻസ് ഉള്ള എത്ര മന്ത്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ സപ്പോസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു 60 വയസ്സിലായിരുന്നു അയാൾ റിട്ടയർ ചെയ്യേണ്ടത്, അയാൾ 55 വയസ്സിൽ റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എത്ര വർഷം അയാൾക്ക് ബാക്കിയുണ്ട്, 5 വർഷം അയാൾക്ക് ബാക്കിയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് മന്ത് സാലറി 12,000 ആണെങ്കിൽ അതിനെ എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ബാലൻസ് മന്ത്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 വർഷമാണുള്ളത്. 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ടാവും, 12 മാസം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിൽ എത്ര മാസം ഉണ്ടാവും, 5 × 12 കാണേണ്ടി വരും. ഓക്കെ, അങ്ങനെ കണ്ടിട്ട് നമ്മൾ സാലറി കാണുന്നു. ഇതാണ് മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നാലാമത്തെ ചെയ്യുന്നത് മാക്സിമം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്, 5 lakh ആണ്. ഓക്കെ, നേരത്തെ റിട്രെഞ്ച്മെൻറ്റ് ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് പറഞ്ഞത് 5 lakh ആണ്. ഇവിടെയും 5 lakh ആണ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇതിൽ ഏതാണോ ലീസ്റ്റ് വരുന്നത് അതെന്തായിരിക്കും, എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനി സാലറി എന്നതിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ബേസിക് സാലറി വരും, DA ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതേപോലെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. സാലറി, DA ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ആക്ച്വലായിട്ട് എത്ര കോമ്പൻസേഷൻ കിട്ടി വളണ്ടറി റിട്ടയർമെൻറ്റിന്. രണ്ടാമത്തത് 3 months സാലറി എടുക്കുന്നു, അതിനെ നമ്മൾ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തതോ ലാസ്റ്റ് മന്ത് സാലറി എടുക്കുന്നു, അതിനെ നമ്മൾ ബാലൻസ് മന്ത്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇനി എത്ര മാസം അയാൾ വർക്ക് ചെയ്യാനുണ്ടോ ആ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നാലാമത്തെ എടുക്കുന്നത് 5 lakh സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. ഇത് ലീസ്റ്റ് എമൗണ്ട്, ഇതിൽ ലീസ്റ്റ് എമൗണ്ട് എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ഷാറൂഖ് ടുക്ക് VRS ഓൺ 1st May 2019 അറ്റ് ദി ഏജ് ഓഫ് 50 years. 50 വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്, VRS എടുക്കുന്നത്. VRS വളണ്ടറി റിട്ടയർമെൻ്റ് ആണ്, വളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം. ആൻഡ് റിസീവ്ഡ് ₹7,60,000. ദി നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഈസ് 58. 58 വയസ്സാണ് എന്ത് നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. ഹി ഹാഡ് കംപ്ലീറ്റഡ് 20 years ഓഫ് സർവീസ്. അയാൾ 20 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്തു. ഹിസ് മന്ത്ലി സാലറി ഓൺ റിട്ടയർമെൻറ്റ് ഈസ് ₹15,000. കമ്പ്യൂട്ട് ടാക്സബിൾ എമൗണ്ട്. ഓക്കെ, ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്,
ആക്ച്വൽ എമൗണ്ട് എത്രയാണ് റിസീവ് ചെയ്തത് എന്ന് നോക്കണം. ഇവിടെ ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് എത്രയാണ്? ഈ ടുക്ക് VRS ആൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 7,60,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 3 months സാലറിയാണ്. 3 months സാലറി ബേസ്ഡ് ഓൺ എന്താണ്? കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ബേസ്ഡ് ഓൺ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ബേസ്ഡ് ഓൺ കംപ്ലീറ്റഡ് ഇയേഴ്സ്. ഓക്കെ, കംപ്ലീറ്റഡ് ഇയേഴ്സ്. ഇയാൾ മൊത്തം എത്ര വർഷമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 20 വർഷമാണ്. ഇയാളുടെ ലാസ്റ്റ് സാലറി 15,000 ആണ്. DA ഒന്നും തന്നിട്ടില്ല. അപ്പം ബേസിക് സാലറി മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ 15,000 ഇൻറ്റു 3 months സാലറിയാണ്. ഇൻറ്റു 3 ഇൻറ്റു ഓക്കെ കംപ്ലീറ്റഡ് ഇയേഴ്സ് എത്രയാണ്? 20 years ആണ്. ഓക്കെ, അപ്പോൾ 15,000 ഇൻറ്റു 3 ഇൻറ്റു 20 വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 9 lakh ആൻസർ കിട്ടും. 9 ലക്ഷം ആൻസർ കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത്, മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇനി എത്ര വർഷം ഇയാൾക്ക് സർവീസ് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഇയാൾ 50 വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് എത്രയാണ്? 58 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും 8 വർഷം ഇയാൾക്ക് ബാക്കിയുണ്ട് ബാലൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? സാലറി, ലാസ്റ്റ് മന്ത് സാലറി മൾട്ടിപ്ലൈഡ് ബൈ ദി ബാലൻസ് മന്ത്സ്. ബൈ ദി ബാലൻസ് മന്ത്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇയാൾക്ക് ലാസ്റ്റ് മന്ത് സാലറി എത്രയാണ് കിട്ടുന്നത്? 15,000 ആണ് കിട്ടുന്നത്. ഇനി എത്ര വർഷം കൂടി ഇയാൾക്ക് സർവീസ് ബാക്കിയുണ്ട്? 50ലാണ് റിട്ടയർ ചെയ്യുന്നത്, 58 ആണ് നോർമൽ ഏജ് വരുന്നത്. അപ്പോൾ 8 വർഷം കൂടി ഇനിയും ബാക്കിയുണ്ട്. ഇൻറ്റു മന്ത്ലിയാണ് കാണേണ്ടത്. ഇൻറ്റു 12 കാണും. ഓക്കെ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. ഇപ്പോൾ 8 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇൻറ്റു 12 കാണണം. അപ്പോൾ 15,000 ഇൻറ്റു 8 ഇൻറ്റു 12 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 14,40,000 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നാലാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ് കാണേണ്ടത്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്? ഇവിടെ 5 lakh ആണ് വരുന്നത്. റുപ്പീസ് 5 lakh ആണ് വരുന്നത്. ഇപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്നുള്ളത് 5 lakh ആണ് വരുന്നത്. റുപ്പീസ് 5 lakh ആണ്. ടാക്സബിൾ ഈസ് ഈക്വൽ ടു, ടാക്സബിൾ എമൗണ്ട് എത്ര വരും? ടാക്സബിൾ ഈസ് ഈക്വൽ ടു 7,60,000. അതാണ് ആക്ച്വൽ ആയിട്ട് റിസീവ് ചെയ്യുന്നത്. അതിൽ നിന്നും എക്സംപ്റ്റഡ് പോർഷൻ 5 lakh മൈനസ് ചെയ്യുന്നു. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,60,000 ടാക്സബിൾ എമൗണ്ട് കിട്ടും. ഓക്കെ അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ കരീം വാസ് എംപ്ലോയിഡ് ഇൻ എ പബ്ലിക് കമ്പനി. ഓൺ 30th January 2020 he took VRS and the company paid him ₹6 lakh. The normal age of retirement in the company is 60 years and Mr. Karim was of 50 years of age at the time of retirement. Okay, and had completed 20 years of service. His monthly salary at the time of retirement was first one basic salary ₹25,000, second one DA ₹12,000, 50% includable for retirement benefits, third one transport allowance ₹5,000, education allowance ₹3,000. Compute the amount of compensation taxable. Okay, ഇവിടെ ടാക്സബിൾ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ എന്താണെന്നുള്ളതാണ് BRS സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആക്ച്വൽ എമൗണ്ടിനെ കാണുന്നു. ഇവിടെ ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് എത്രയാണ്? പെയ്ഡ്, കമ്പനി പെയ്ഡ് ഹിം ₹6 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലായിട്ട് അയാൾക്ക് കിട്ടുന്നത് എത്രയാണ്? 6 lakh ആണ് കിട്ടുന്നത്. ഇനി സെക്കൻഡ് വൺ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 3 months സാലറിയാണ്. 3 months സാലറി ബേസ്ഡ് ഓൺ completed years of service. ഓക്കെ, ഇയാൾ എത്ര വർഷമാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സാലറി 3 മാസത്തെ സാലറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണും. ഇവിടെ സാലറി എന്നതിൽ ഏതൊക്കെ ഇൻക്ലൂഡബിൾ ആണ്? സാലറി ബേസിക് സാലറി വരും, DA given under the terms of employment വരും, കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ വരും. ബേസിക് സാലറി 25,000 ആണ്. ലാസ്റ്റ് അയാൾക്ക് കിട്ടുന്നത് 25,000 ആണ് ബേസിക് സാലറി വരുന്നത്. ഇനി DA ₹12,000 എന്നതിൽ 50% ഇൻക്ലൂഡബിൾ ഇൻ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്.
50%. 12,000-ൻ്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 6,000 വരും. ടോട്ടൽ എത്ര? 31,000 വരും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മൾ 3 months സാലറി ആണ് കാണേണ്ടത്. 31,000 ഇൻറ്റു 3 3 months സാലറിയാണ്. 31,000 ഇൻറ്റു 3 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ആണ്. ഇയാൾ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ഹാഡ് കംപ്ലീറ്റഡ് 20 years ഓഫ് സർവീസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 20 വർഷമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 20 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 18,60,000 എന്ന് എമൗണ്ട് കിട്ടും. ഇനി നെക്സ്റ്റ് തേർഡ് വൺ നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് സാലറി മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് മന്ത്സ്. ഓക്കെ, ഇനി എത്ര മാസം ഇയാൾക്ക് ബാക്കിയുണ്ടോ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സാലറി നമ്മൾ കണ്ടു, എത്രയാണ്? 31,000 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇയാൾ എത്ര വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്? കരീം വാസ് ഓഫ് 50 years ഓഫ് ഏജ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് 50 വയസ്സാണുള്ളത്. കമ്പനിയുടെ നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് എത്രയാണ്? ദി നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഇൻ ദി കമ്പനി 60 years ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര വർഷം കൂടി അയാൾക്ക് ബാക്കിയുണ്ട്? 60 - 50 10 years കൂടെ അയാൾക്ക് ബാലൻസ് ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 വർഷം കൂടെ ബാക്കിയുണ്ട്. ബാലൻസ് മന്ത്സ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 12 കാണണം. ഇപ്പോൾ 31,000 ഇൻറ്റു 10 ഇൻറ്റു 12. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് മൊത്തം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 37,20,000 എന്ന് എമൗണ്ട് കിട്ടും. ഓക്കെ, 37,20,000 ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇനി നെക്സ്റ്റ് നാലാമത്തെ കണ്ടീഷൻ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്ര? 5 lakh ആണ് വരുന്നത്. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്. ഇതിൽ ലീസ്റ്റ് ഏതാണ്? 5 lakh ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 5 lakh. ടാക്സബിൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു എത്ര വരും? 6 lakh മൈനസ് 5 lakh. 6 lakh മൈനസ് 5 lakh ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 lakh എമൗണ്ട് കിട്ടും. ഓക്കെ, ടാക്സബിൾ എമൗണ്ട് ഓഫ് VRS 1 lakh കിട്ടും. ഓക്കെ, ഇതാണ് വളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ ടാക്സബിൾ എമൗണ്ട് കണ്ടെത്താനുള്ള മെത്തേഡ് വരുന്നത്. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്